co-producer of our movie and also നമ്മുടെ സിനിമയിലെ ആക്ടർ കൂടെയാണ്. അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സോ ബാസി, പ്ലീസ് a few words. എനിക്കും ഭയങ്കര പുതുതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ ഐ ഡോണ്ട് നോ. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇങ്ങനത്തെ ഒരു വേദിയിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ എൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സിനിമ തുടങ്ങാൻ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. ആദ്യം ഉണ്ടായിരുന്നു ഭാഷയുടെ കാര്യമോ ഒരു പാട്ടൊക്കെ പാടിക്കുന്നില്ല, പക്ഷെ അതിനോ ഫീവറാണ്, അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ താമസിപ്പിക്കുന്നില്ല, നേരെ ചടങ്ങിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു ചിത്രത്തിന്റെ മോഷൻ ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കാം. ഒപ്പം തന്നെ നമ്മുടെ ശാന്തകുമാരി ചേച്ചി ഇവിടെ ഉണ്ട്. ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവിധ ബഹുമാനത്തോടു കൂടി തന്നെ ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇതിനിടയിൽ നമ്മൾ കണ്ടൊരു മുഖമുണ്ട്. നമ്മളുടെ ചിത്രത്തിന്റെ ഹീറോയിൻ, ദ വെരി ലവ്ലി ആൻഡ് ദ വെരി ഗോർജിയസ് യാമി സോന നമ്മളുടെ സിനിമയുടെ നായികയാണ്. സോ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ യാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ തിരക്കുകളുണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സിയാദക്ക അദ്ദേഹത്തിന് ഏറ്റവും ഹൃദയം നിറഞ്ഞു നന്ദി ഈ ഒരു വേദിയിൽ അറിയിച്ചുകൊണ്ട് തന്നെ ഒപ്പം നമ്മളുടെ നമസ്കാരം. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം ബാഡ് ബോയ്സ് തിയേറ്ററിൽ ഇറങ്ങി അത് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഈ പരിപാടി, അതായത് എൻ്റെയും വില്ലേട്ടൻ്റെയും കൂടി ഒരു സ്വപ്നമാണ്. അല്ല, എൻ്റെ കൂടെ സ്വപ്നമല്ലേ വില്ലേട്ട ഈ സിനിമ അല്ലേ? കാരണം ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ എല്ലാ കാര്യത്തിനും വില്ലേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്, മനസ്സുകൊണ്ടും അല്ലാതെയൊക്കെ. പിന്നെ ഈ പറയുന്ന ശ്രീനാഥ് ബ്രോ, എനിക്ക് തോന്നുന്നു ഒരു തവണ മഹാരാജസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ബ്രോയുടെ കാര്യം. എനിക്ക് വലിയ ഇഷ്ടമുള്ള നടനാണ്. അപ്പോൾ ബ്രോയുടെ കൂടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു റോൾ മോഡൽസ് എന്ന് പറയുന്ന ഫഹദിൻ്റെ പടത്തിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് യമണ്ടൻ പ്രേമകഥയിൽ DQ-ൻ്റെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്ന സിനിമയാണ് ഈ പൊങ്കാല. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന് എല്ലാ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. താങ്ക് യു ബിബിൻ ചേട്ടൻ. അത് പറയാൻ പറഞ്ഞു. ശരി, ഒരു സിനിമയുടെ ഇടയിൽ കൂടെ വേറൊരു സിനിമയുടെ പോർഷൻ അല്ലേ? കൊള്ളാം. എന്തായാലും ഇനി നമുക്ക് സാധിക്കാനും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ, ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ടൈറ്റിൽ ലോഞ്ച് എന്നെ ഞെട്ടിച്ചു. വരാനിരിക്കുന്ന വെടിക്കെട്ടിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ കണ്ടതെന്നുള്ളത് ഗംഭീരമായി. അതുപോലെ തന്നെ ആവും, ബില്ല് അതുപോലെ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പിന്നെ ഇതൊരു ഗംഭീര സിനിമയാവും എന്നുള്ളൊരു പ്രതീക്ഷയും വളരെ താല്പര്യപൂർവ്വം ഞാൻ അത് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ കറക്റ്റ് സിറ്റുവേഷനിലെ പേരാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, പൊങ്കാല. മലയാള സിനിമയിലെ മൊത്തത്തിൽ എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുപോലെ ഈ പേരിൽ ഒരു വളരെ സന്തോഷമുണ്ട്. നല്ല ടൈറ്റിലാണ്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇത് നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീനാഥൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടത്തിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ചെയ്യുന്ന ശാന്തകുമാരി ചേച്ചിയെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പൊങ്കാലയിടാൻ ആഗ്രഹിച്ചവർക്കും പൊങ്കാലയ്ക്ക് വേണ്ടി വന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ടും താങ്ക് യു ചേച്ചി. സത്യത്തിൽ എന്താ നടന്നതെന്ന് ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇനി അലൻസിയാർ ചേട്ടാ വരും. ഞാൻ സത്യമേ പറയൂ. സത്യം പറഞ്ഞാൽ ലോകത്ത് ആരും വിശ്വസിക്കില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ പൊങ്കാല എന്ന വാക്ക്
അക്ഷരത്തെറ്റുണ്ടോ എന്ന് നോക്കി. അല്ല, അത് അങ്ങനെ എഴുതാവോ? ഞാൻ പഠിച്ച കാലത്ത് മുഴുവനുള്ള അധ്യാപകരെയൊക്കെ ആലോചിച്ച് നോക്കി. ഈ പൊങ്കാലയാണോ ഈ കാലയാണോ, ഏത് കാലം ഏത് എന്നൊക്കെ ഞാൻ നോക്കി. സുഹൃത്തുക്കളെ, അവസാനം എനിക്ക് മനസ്സിലായി, ഈ അവസാനം എഴുതി വച്ചിരിക്കുന്ന നെറ്റ്സ് ഓഫ് ബിട്രയൽ, അത് തന്നെയാണ് പൊങ്കാല. ആ പൊങ്കാല ആഘോഷിക്കട്ടെ, അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. പൊങ്കാല ഇല്ലാത്തവൻ ആർട്ടിസ്റ്റ് അല്ല. പൊങ്കാല ഇടുന്ന അമ്മമാരും സഹോദരിമാരും ഉള്ളിടത്താണ് ഭൂമിയിൽ നിന്ന് ഈ വിളക്ക് ഇങ്ങനെ തെളിഞ്ഞും ഈ പുകയും ഉണ്ടായി വരുന്നതും കഞ്ഞി തിളച്ചു വരുന്നതും. അത് നിങ്ങൾ എൻജോയ് ചെയ്യൂ. അതിനെ പാവമായിട്ടല്ലല്ലോ കാണുന്നത്. ഒരു പൊങ്കാല, ഈ പൊങ്കാല നിങ്ങൾ ആഘോഷിക്കൂ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ പൊങ്കാല നിങ്ങൾ ആഘോഷിക്കില്ല, നിങ്ങളുടെ പൊങ്കാലകൾ നിങ്ങൾ ആഘോഷിച്ചു. താങ്ക് യു സോ മച്ച്. സോ ഇനി മുരുകൻ ചേട്ടാ ഒന്നുമില്ലേ പറയാനായിട്ട്? ഒരു 2 പിന്നെ പറഞ്ഞോളൂ. അപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു സുധീരേട്ടാ, എനിക്കറിയാം സിനിമയിലേക്ക് പോകാനുള്ളതാണല്ലേ? എല്ലാവർക്കും നമസ്കാരം. ബിബി പറഞ്ഞ പോലെ ഒരിക്കലുമില്ല. അപ്പം ചേട്ടൻ പറയുന്നത് പീഡിപ്പിച്ച കഥയൊന്നും പറയരുതെന്ന് പറയുന്നത് ഒരിക്കലും പറയില്ല. ആ ഫ്ലോ അങ്ങോട്ട് പോയല്ലേ ഏട്ടാ? സാരമില്ല, പറഞ്ഞോ, കണ്ടിന്യൂ. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ്, ഞാനും ബിബിനൊക്കെ കൂടെ എന്താ പറയുക, അത് തിയേറ്ററിൽ ഗംഭീര വിജയം നേടി, എന്താ പറയുക, ജനങ്ങൾ ഏറ്റെടുത്തു. അതിൽ ഭയങ്കര സന്തോഷം. അന്ന് തന്നെ എൻ്റെ സുഹൃത്ത് ബിനിൽ ഡയറക്റ്റ് ചെയ്യുന്ന പൊങ്കാല എന്ന സിനിമയുടെ ആരംഭം കുറിക്കുകയായി. ഒരുപാട് സന്തോഷവാനാണ്. കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ കൂടെയൊക്കെ അഭിനയിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് ബില്ലായിട്ട് തന്നെ അത് സാധിച്ചു. അത് ഇല്ല, കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതിൻ്റെ പിന്നീടുള്ള എല്ലാവർക്കും, വിനോദ് പ്രഭു, എല്ലാവർക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ എല്ലാവർക്കും ഒത്തിരി സ്നേഹം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പം ഇതിനിടയിൽ എൻ്റെ അടുത്ത് ബാസിയുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നതിൽ എന്താല്ലേ ബാസിയുടെ പൊങ്കാലിട്ടാണ് മച്ചാന. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും, സക്സസ് ആവട്ടെ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ സംസാരിച്ചത് വെരി താങ്ക്ഫുൾ. ബാസി മച്ചാനോട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും സിനിമ നന്നാവട്ടെ. സിനിമയുടെ എല്ലാവർക്കും നല്ല വിശ്വാസം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോഷൻ ബഷീർ. സോ ഇനി ഞങ്ങളുടെ സിനിമയുടെ നായിക യാമി. സോ യാമിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. കാരണം ഇത്ര വലിയ മൂവി, ഇത്ര വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് താങ്ക്സ് ടു വിനോദേട്ടൻ, നമ്മുടെ ബിനിലേട്ടൻ, അതുപോലെ പ്രൊഡ്യൂസേഴ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സംസാരിച്ച് വലിയ ശീലമില്ല. താങ്ക് യു ശ്രീനാഥ്, കുറേ താങ്ക് യു ബിനിൽ. ഇതിൻ്റെ കൊള്ളാം കേട്ടോ. ഈ എന്താ പറയുക, രണ്ടാമത്തെ മോഷൻ പോസ്റ്റർ കൊള്ളാം, അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പൊളിക്കാം. അപ്പോൾ മച്ചാനില്ലാതെ എന്താ ആഘോഷമല്ലേ? ഈ ഒരു ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആണെങ്കിൽ ശ്രീനാഥിയുടെ സ്റ്റേജിലേക്ക് വരണം. I would like to welcome once again Srinath Bhasi on stage, ladies and gentlemen. Please put your hands together and I request everyone please close together. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. നമ്മളുടെ ഒരു ഫോട്ടോ സെഷൻ ആണ്. ഇതിന് ശേഷം I would like to welcome ഞങ്ങളുടെ ഈ ചിത്രത്തിൻ്റെ അമരക്കാരൻ ഡയറക്റ്റ് അടുത്ത ഫോട്ടോ, നെക്സ്റ്റ് ഫോട്ടോ, ഓരോ ഫോട്ടോ സെഷനാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. അഭിനേതാക്കൾ എല്ലാവരും ഒന്ന് ചേർന്ന്